രമേശ് ചെന്നിത്തല കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം ദാരുണമായ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. വാസ്തവത്തിൽ ഇപ്പം മന്ത്രിമാരുടെയൊക്കെ ന്യായീകരണം വളരെ അതിര് കവിഞ്ഞ അതായി പോകുന്നു. മന്ത്രി വാസ്തവം പറഞ്ഞത് ആരോഗ്യമന്ത്രി തള്ളിയിട്ടതാണോ എന്നാണ് ചോദിച്ചത്. ആരോഗ്യമന്ത്രി തള്ളിയിട്ടതല്ല, പക്ഷെ ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനത്തിന്റെ വൈകല്യം മൂലം ഇത് താഴെ വീണതാണ്. അവിടെയാണ് അതിന്റെ ഗൗരവം. ആരോഗ്യവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി നേരത്തെ ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തണ്ടേ കേരളം മുഴുവൻ? കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, അവിടെയൊക്കെ കെട്ടിടങ്ങൾ സുരക്ഷിതമാണോ എന്നതിനെ സംബന്ധിച്ച് മന്ത്രി തന്നെ ഒരു ഓഡിറ്റിംഗ് നടത്തേണ്ടതല്ലേ? ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് നടത്തിക്കേണ്ടതല്ലേ? അത് നടത്തിയോ? അപ്പോൾ ഇവിടെ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ചു. അത് അങ്ങനെ ഒരു മരണമുണ്ടായി എന്ന് പോലും അവർക്ക് അന്വേഷിക്കാൻ അവർ തയ്യാറായില്ല. ഇവർ നമ്പർ 1 ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള വെപ്രാളമാണ്. എല്ലാത്തിനും നമ്പർ 1 ആണ് എന്ന് വരുത്താനുള്ള വ്യഗ്രതയുടെ ഇടയിലാണ് ഇതെല്ലാം മറന്നുപോയത്. അവർ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരു പാവപ്പെട്ട സ്ത്രീ ഇവിടെ മരണത്തോട് മല്ലിടുകയായിരുന്നു. ഒരു കാരുണ്യവും കാണിച്ചില്ല, ആർക്കും പരിക്ക് പറ്റിയില്ല, എല്ലാം ശരിയാണ് എന്ന മട്ടിലാണ് 2 മന്ത്രിമാർ ഇവിടെ നടത്തിയ പ്രകടനം. ആരോഗ്യമന്ത്രിക്ക് പകൽ വെളിച്ചത്തിൽ അവിടെ പോകാനുള്ള ധൈര്യമില്ലായിരുന്നു. ആ വീട്ടിൽ പകൽ വെളിച്ചത്തിൽ പോയില്ലല്ലോ. നിങ്ങളെ ആരും വിളിച്ചോണ്ട് പോയില്ലല്ലോ? പോയോ? നിങ്ങളാരും ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആരോഗ്യമന്ത്രി പ്രതിഷേധത്തെ ഭയക്കുന്നു. പ്രതിഷേധം ഉണ്ടാകുന്നു. എന്തുകൊണ്ടുണ്ടാകുന്നു? അതാണ് പ്രശ്നം. എന്തുകൊണ്ട് പ്രതിഷേധം ഉണ്ടാകുന്നു? ആരോഗ്യ വകുപ്പിന്റെ കുത്തഴിഞ്ഞ നടപടി കൊണ്ട് ജനങ്ങൾ ഇന്ന് അസ്വസ്ഥരാണ്. ഒരാശുപത്രിയിലും മരുന്നില്ല, പഞ്ഞിയില്ല. ഡോക്ടർമാർ പാവപ്പെട്ട രോഗികൾക്ക് കുറിച്ചു കൊടുക്കുന്ന മരുന്നും ഉപകരണവും കൊണ്ടുവന്നാൽ ചികിത്സിക്കും. നമ്മുടെ മെഡിക്കൽ കോളേജിൽ, താലൂക്ക് ആശുപത്രിയിലൊക്കെ നല്ല ഡോക്ടർമാരുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യും? അവർക്കെന്ത് ചെയ്യാൻ കഴിയും? മരുന്നില്ല. ആയിരക്കണക്കിന് കോടി രൂപ ഈ മരുന്ന് സപ്ലൈ ചെയ്യുന്നവർക്ക് കൊടുക്കാണ്ട് അവർ മരുന്ന് കൊടുക്കുന്നില്ല. പഞ്ഞിയില്ല, ഉപകരണങ്ങളില്ല. പിന്നെ എങ്ങനെയാണ് ചികിത്സ നൽകുന്നത്? അപ്പൊ ആ നിലയിൽ കേരളത്തിൽ പാവപ്പെട്ട ആളുകൾ പോകുന്ന ആശുപത്രിയല്ലേ ഗവൺമെന്റ് ആശുപത്രികൾ? അവർക്കിപ്പോൾ അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പറ്റുമോ? അവർക്ക് UK പോയി ചികിത്സിക്കാൻ പറ്റുമോ? അവർക്ക് വരാൻ കഴിയുന്നത് ഗവൺമെന്റ് ആശുപത്രികളിലാണ്. ആ ഗവൺമെന്റ് ആശുപത്രികളിൽ യാതൊരു സൗകര്യവുമില്ലാത്ത ദയനീയമായ അവസ്ഥയാണ്. അത് പരിഹരിക്കാൻ പോലും മന്ത്രി തയ്യാറല്ല. അതിനുള്ള മന്ത്രിയെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. മന്ത്രിയെ എന്തിനു ന്യായീകരിക്കണം? സംസ്ഥാനം ഭരിക്കുന്നതിന് മന്ത്രി തന്നെ പറയുന്നു സിസ്റ്റമിക് ഫെയില്യൂറാണ്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥമായ മന്ത്രി എന്തുകൊണ്ട് ചെയ്തില്ല? കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ ആരോഗ്യരംഗം. അപകടം സംഭവിച്ച കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മറുവശത്ത് പ്രേക്ഷകർ കാണുന്നത് മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി പി പ്രസാദുമൊപ്പം CK ആശ MLAയും എത്തിയതാണ്. മന്ത്രി ഇന്ന് രാവിലെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ഈ വീട്ടിലേക്ക് എത്തിയത്. ബിന്ദുവിന്റെ വീട്ടിൽ കുടുംബത്തെ സന്ദർശിച്ചത്. ഇപ്പോൾ മന്ത്രി പി പ്രസാദാണ് ബിന്ദുവിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്.